കണ്ടക്ടറുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തി തികച്ചും തെറ്റാണെന്നുള്ള നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടക്ടർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാനായിട്ട് കോട്ടയം RTO നിർദ്ദേശിക്കുകയുണ്ടായി. അതും പ്രകാരം അദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. വിദ്യാർത്ഥികൾ യൂണിഫോം ഇല്ലായിരുന്നു, അവരെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓണാഘോഷം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകിയില്ല എന്ന പരാതിയിൽ ബസ് കണ്ടക്ടർക്കെതിരെ നടപടി. ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന തണ്ടപ്ര ബസ്സിലെ കണ്ടക്ടർ ഹരികൃഷ്ണനെതിരെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇയാളുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ പരാതിക്ക് ആധാരമായ സംഭവം ഉണ്ടാകുന്നത്. സ്കൂളിലെ ഓണാഘോഷം കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങുന്നതിനായി ബസ്സിൽ കയറിയ സമയത്ത് കൺസെഷൻ നൽകിയില്ല എന്നും പകരം ഫുൾ ടിക്കറ്റ് ഈടാക്കിയെന്നും കാട്ടിക്കൊണ്ട് ഈ കുട്ടികളുടെ രക്ഷിതാവ് കോട്ടയം RTOയ്ക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ കണ്ടക്ടറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ശ്രീ മനീഷ് കുമാർ, ചെല്ലിച്ചിറയിൽ തൃക്കോതമംഗലം വാകത്താനം എന്ന രക്ഷിതാവ്, അദ്ദേഹത്തിൻ്റെ 2 കുട്ടികൾ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന തണ്ടപ്ര എന്ന ബസ് KL 33Q 294 എന്ന നമ്പരോട് കൂടിയ സ്റ്റേജിയേറിയ വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ അവർക്ക് കൺസെഷൻ ടിക്കറ്റ് അനുവദിച്ചു കൊടുത്തില്ല എന്ന കാരണം കാണിച്ചുകൊണ്ട് RTO എൻഫോഴ്സ്മെൻറ്റിന് ഇന്നലെ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്നലെ ഈ ഓഫീസിലേക്കും അദ്ദേഹം കംപ്ലയിൻ്റ് ഫോണിൽ അറിയിച്ചിട്ടുള്ളതാണ്. ഇതും പ്രകാരം കോട്ടയം RTO ശ്രീ ജയരാജ് സാറിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇന്ന് തന്നെ ആ വാഹനത്തിൻ്റെ ഉടമയെയും അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടറെയും ഈ ഓഫീസിൽ വിളിച്ചു വരുത്തുകയും അവരോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ഈ ഓഫീസിൽ നിന്നുള്ള MVA ശ്രീ കിഷോർ കുമാറിൻ്റെ നേതൃത്വത്തിൽ AMVമാരായിട്ടുള്ള ശ്രീ അൻഷാദ്, ശ്രീ അനുചന്ദ്രൻ എന്നിവർ ഈ വിഷയം സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണ്ടക്ടർ തന്നിട്ടുള്ള വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലും ഹരികൃഷ്ണൻ എന്ന കണ്ടക്ടറിൻ്റെ ആ സമയത്തെ പ്രവൃത്തി തികച്ചും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ടക്ടർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാനായിട്ട് കോട്ടയം RTO നിർദ്ദേശിക്കുകയുണ്ടായി. അതും പ്രകാരം അദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവൃത്തികൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്നുള്ള കൃത്യമായ താക്കീതും നൽകിയാണ് വിട്ടിട്ടുള്ളത്. ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം വിദ്യാർത്ഥികൾ യൂണിഫോം ഇല്ലായിരുന്നു, അവരെ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓണാഘോഷ ദിവസമായ ഇന്നലെ അവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് അവർ ഓടി അണിഞ്ഞ് അവിടെ ആഘോഷത്തിനായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് തികച്ചും കണ്ടക്ടറുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തി തികച്ചും തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. ഫുൾ ടിക്കറ്റ് വാങ്ങിയെന്നുള്ളതിൻ്റെ ടിക്കറ്റ് രക്ഷിതാവ് ഇവിടെ തന്നിട്ടുള്ള കംപ്ലയിൻറ്റിനോടൊപ്പം അത് ഒറിജിനൽ ടിക്കറ്റ് തന്നെ ഓഫീസിന് ഹാജരാക്കിയിട്ടുണ്ട്. കണ്ടക്ടർ അത് അംഗീകരിക്കുകയും ചെയ്ത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടക്ടർ പറയുന്നത് ആ സമയത്ത് വാഹന ഉടമയുമായിട്ട് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാകുമായിരുന്നു എന്ന് അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഓണാഘോഷമായതിനാൽ ഇന്നലെ വിദ്യാർത്ഥികൾ യൂണിഫോം ധരിക്കേണ്ടതില്ല എന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക ഉത്തരവ് കൂടി ഉണ്ടായിരുന്നതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാർത്ഥികൾ ബസ്സിലേക്ക് കയറിയ സമയത്ത് കൺസെഷൻ നിഷേധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഇതിനാലാണ് ഈ കണ്ടക്ടർക്കെതിരെ നടപടിയെടുത്തത്, അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതെന്ന് ചങ്ങനാശ്ശേരി ജോയിന്റ് RTO ശിവകുമാർ SN വ്യക്തമാക്കി. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.